ഇന്നത്തെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഭയങ്കര മഴ. ഇന്നലെ കുത്തിയ കുളം കണ്ടോ, അതിനകത്തിപ്പോൾ നിറച്ച് വെള്ളമായി. ഭയങ്കര ചെളി, എവിടെയെല്ലാം താന്നു പോയല്ലോ. 3-4 ദിവസം ഭയങ്കര മഴയായിരുന്നു. ആ കാരണം ഇവിടുത്തെ കിളെ ഉപേക്ഷിച്ച് പോയത് കേട്ടോ. ഇപ്പം വീണ്ടും വന്നു. ഇന്ന് രാവിലെ തന്നെ ഒരു സൈറ്റിൽ വന്നിങ്ങനെ പണിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുക. ഇപ്പം തന്നെ തുടങ്ങും. ഇപ്പോൾ രാവിലെ വന്ന് ഇതേ കുറച്ചേറെ കളച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഈ ഭാഗം തീർത്തിട്ട് ആ മുകളിലേക്ക് കയറുക, ഏറ്റവും മുകളിലേക്ക്. അതിങ്ങനെ കിളച്ചിറങ്ങി ഇങ്ങനെ ഈ ഏരി തീർത്തിട്ട് നാളത്തേക്ക് ഈ ഭാഗത്തേക്ക് പോകുന്നു. അപ്പം അതൊക്കെ പോയി തുടങ്ങാം. ചായ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇന്നലെ കയറിയ സൈറ്റില്ലേ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ അവിടെ ഇച്ചിരി വർക്ക് തീരാനുണ്ട്, മരമൊക്കെ വെട്ടാനുണ്ട്. അന്നേരം അതോടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ ഭാഗം തീർത്തിട്ട് ഈ ആഞ്ഞിലിയുടെ ചുവടൊക്കെ ഭാഗം ഇങ്ങനെ തീർത്തിറങ്ങിയിട്ട് മുകളിലേക്ക് കയറാം. അവിടെ എല്ലാം പാറയാണ്, കയറി ചെല്ലുമെന്ന് സംശയം. ഇത് നോക്കാം. അങ്ങോട്ട് കയറിപ്പോൾ ആഞ്ഞിലി നിൽക്കുന്നതിൻ്റെ ആ ഭാഗത്ത് കയറിയിട്ട് അവിടെ ഇങ്ങോട്ട് കളച്ചിറങ്ങി വരാം. ഇവിടെ പിന്നെ പുല്ല് കംപ്ലീറ്റ് കരിച്ചിട്ടേക്കുന്നതാണ് എളുപ്പമുണ്ട് കേട്ടോ. രണ്ട് സൈഡും കുന്നാ. ഇതേ നടപടിയേ ഉള്ളൂ. വഴി വെട്ടി പോകുന്നതിന് നല്ല ഇങ്ങനെ കയറുവാണെങ്കിൽ കിളച്ച് പെട്ടെന്ന് ഇറങ്ങി വരാം. കയറാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പുല്ലൊക്കെ അരിച്ചിട്ടൊക്കെ ഉണ്ടിട്ട് എളുപ്പമുണ്ട്, കാണാലോ. ഞാൻ ഈ മലയുടെ ഏറ്റവും മുകളിൽ വന്നു കേട്ടോ. താഴെ കണ്ടോ, ഇതിലെ പതൊക്കെ വഴി പോലെ ചാലാക്കി കയറിപ്പോരുമായിരുന്നു കുറ്റി വരച്ച്. ഇവിടെ ഈ സൈഡ് ഭയങ്കര കല്ലാണ്. ഇവിടെ ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ അപ്പം അങ്ങോട്ട് പോകണ്ട. അവിടെ അങ്ങോട്ട് പോയാലേ ഇപ്പം ബാക്കി കളയ്ക്കാൻ പറ്റത്തുള്ളൂ. അവിടെ കല്ലിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങോട്ട് കയറി പോവാം. മഴ പെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല. ഇതേ പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറേ സൈഡും. അവിടെ എന്നാലും ആ മൂലയ്ക്ക് പോയി കളച്ച് തീർത്ത് കയറി പോരാ. ഇന്നലെ പണിത സൈറ്റ് പിന്നെ ഭയങ്കര കുന്നാന്ന് പറഞ്ഞാലും വിഷയമൊന്നുമില്ല കേട്ടോ. ഇതതിന്റെ പകുതി കുന്നേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ പാറപ്പുറം ഇവിടെ. മറ്റേന്ന് പറഞ്ഞാൽ മണ്ണായിരുന്നു. ഭയങ്കര കുന്ന് മാത്രമേ ഉള്ളായിരുന്നു. മണ്ണുള്ളതുകൊണ്ട് ഒരു സമാനം ഉണ്ടായിരുന്നു. ഇതിപ്പം പാറയുടെ പുറത്തോട്ട് തന്നെ കേൾക്കും. താഴേക്ക് അത്യാവശ്യം കുഴിയാ. താഴേന്നത് എത്തി കളിക്കാൻ പറ്റത്തുമില്ലായിരുന്നു. ഞാനിവിടെ മണ്ണാവുന്നാ വിചാരിച്ച്. ഇത് തൊടുകൊണ്ടെല്ലാം പാറ. എല്ലാവരും ഇവിടെ കണ്ട അതിരുണ്ടായിരുന്നു, അത് കാണുന്നുമില്ല. ഇതായിരിക്കും അതിര്. ഞാൻ കുറച്ച് ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പോയാ. വണ്ടി ആ മോളിൽ കിടപ്പുണ്ട്. JCB ആയിട്ട് കയറിപ്പോയപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. നടന്നു പോകുമ്പോഴാണ് മൂക്ക് മണ്ണി മുട്ടുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ ഇവിടെ പണി തീർന്നിട്ടില്ല. ഇനി എന്നിട്ട് വേണം ഇത് അക്കരയ്ക്ക് പോകാൻ. അക്കരയൊന്നും നോക്കുന്നുണ്ടോ? ഇതെല്ലാം ഇനി തീർക്കാനുള്ള. ഇത്ര ഭാഗം കളച്ച് തീർത്തു. അങ്ങാറ്റം തൊട്ട് ആ മലമണ്ട കംപ്ലീറ്റ് തീർത്തേ. ഇനിയിപ്പം രാവിലെ വന്ന് പണി തുടങ്ങും. ഇന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ട്, വെള്ളം കിടക്കുന്നുണ്ട് റോഡിലൊക്കെ. മഴ പെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിന് രാവിലെ തുടങ്ങാം. ഇന്നലെ ആ മുകളിലത്തെ ഭാഗം തീർത്ത്. ഇനി ഇവിടെ എങ്ങനെ തീർത്തിട്ട് ഇനി ആ മുകളിലോട്ടുള്ള ആ കുന്നൂടെ കയറണം, ലെവൽ ചെയ്യണം, അല്ല കളയ്ക്കണം. അവിടെ ഇതിനേക്കാളും ചെരിവ് കൂടുതലാണ്. ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മഴ പെയ്തു, ചെളിയാവുമെന്ന് സംശയം. ഇപ്പം മഴക്കാറുമുണ്ട്.
ഇന്ന് തീരുവും സംശയമാ. തീർന്നാലും തീർന്നില്ലേലും തുടങ്ങാൻ രാവിലെ. ഭയങ്കര മഴയായിരുന്നു രാവിലെ. അത് ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് വന്നേ. ഇപ്പം ഇവിടെ ഈ ചെളി കാണുന്ന ഭാഗം കണ്ടോ, ആ പുല്ലെല്ലാം അവിടെ വലിച്ചു കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം വലിച്ച് ഈ കാനയൊന്ന് കുറച്ചുകൂടെ തെളിച്ചിട്ട് ഈ ഭാഗത്ത് വല്ലതും കുഴി കുത്തി കുറച്ച് മണ്ണെടുത്ത് ഇങ്ങോട്ട് ഇടണം. അതാ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ തീർന്നുമില്ല, തീർത്ത് മഴ പെയ്താർന്ന ഒരു രക്ഷയില്ലായിരുന്നു. എങ്കിലും ആ പുല്ലൊന്ന് വലിച്ചിട്ട് ഈ കാനയൊന്ന് തെളിച്ചിടാം ആദ്യം. ഇവിടെ താഴവും സംശയമുണ്ട്. ഇന്നലെ താണായിരുന്നു. നോക്കാം. ഇന്നലെ കുത്തിയ കുളം കണ്ടോ, അതിനകത്തിപ്പം നിറച്ച് വെള്ളമായി. ഏകാലം ഇവിടെ നിന്ന് തെളിച്ച് കട്ടെ. ഭയങ്കര ചെളി ഇവിടെ എല്ലാം താന്നു പോകും കേട്ടോ. വെള്ളമെല്ലാം കിളച്ചിറങ്ങി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളം. ഇവിടെ വെള്ളവും ചെളി. അവിടെ ചെറിയൊരു കുളം കൂടെ കുത്തിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി. ഇനി ഈ ചെളിയെല്ലാം കൂടെ ഈ ചപ്പെല്ലാം കൂടെ വലിച്ചാൽ മുകളിലോട്ട് അങ്ങനെ കയറ്റി അവിടെ ഒരു കുഴി കുത്തിയിട്ട് വേണം ഇവിടെ ഇച്ചിരി നല്ല മണ്ണ് ഇട്ട് കൊടുക്കാൻ. മൊത്തം ചെളിയാണ്. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുമോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇതാ കാണുന്ന അവിടുത്തെ കംപ്ലീറ്റ് ചെളി മാറ്റി എല്ലാം മാറ്റി മണ്ണിട്ട് പൊക്കി അവിടെ കൊടുത്തു. അവിടെ ചെറിയൊരു തോട് പോലെ വരുന്നുണ്ട്, ആ തോടും തെളിച്ചു. ഇതായിരുന്നു ഇന്നത്തെ പണി. വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ വന്നപ്പോൾ നല്ല ചൂടുമുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ തീർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അവിടെ ഇങ്ങനെ ചെയ്യാൻ കിടക്കുന്നുണ്ട് ആ സൈഡിൽ. അവിടെ വലിയ കുന്നുമ്മല കുന്നാത്. ഇന്നെന്തായാലും ഇത്ര നേരമായി. ഇന്നത്തെ പണി നിർത്തി. ഇനി ബാക്കി നാളെ വല്ലതും ചെയ്യാം. വണ്ടി നേരെ കൊണ്ട് ആ മൂലക്കെങ്ങാനും കൊണ്ടിട്ടിട്ട് പോകും പറമ്പിൻ്റെ. ഓക്കെ, ബാക്കി നാളെ. രാവിലെ വന്ന് ആ മുകളിലത്തെ അതിര് തീർത്തു. ഇപ്പം ചെറുതായിട്ട് മഴ ആയിരുന്നുണ്ട്. പണി പാളുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭാഗമെല്ലാം തീർന്നു. ഇനി ഇങ്ങോട്ടുള്ള ഈ ഭാഗമുള്ളൂ ഇനി തീരാൻ. ഇന്നലെ മഴ പെയ്തില്ല, പക്ഷെ ഇന്നിപ്പം ചെറുതായിട്ട് മഴ ആയിരുന്നുണ്ട്. ഇപ്പം 10 മണി ആയത് കിട്ടും. ഇന്നും തീർക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇതുപോലത്തെ പുല്ലാണ്. ഈ പുല്ല് മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ തട്ടി ലെവൽ ചെയ്യാൻ പറ്റത്തില്ല. ഉരുണ്ടുരുണ്ട് കൂടി കൂടി വരും. പിന്നെ കന്നാരക്കാർ തെറിയും വിളിക്കും. രാവിലെ എല്ലാം മുകളിൽ കയറി ഒന്ന് തെന്നിപ്പോയി. ഒരു വിധത്തിൽ ചാടിച്ചിറക്കിക്കൊണ്ട് കിളച്ച്. അവിടെ പാറയായിരുന്നു, കണ്ടില്ല. ഇതുപോലത്തെ പുല്ല് കിടക്കുന്നുണ്ട്, പാറ കാണത്തില്ലായിരുന്നു. കയറിയിട്ട് പുറകോട്ട് പതുക്കെ തള്ളി ഇറങ്ങിയത് ഒറ്റ പൊരിച്ചു പാറയുടെ മുകളിൽ കൂടെ. ഇന്ന് തീരേണ്ടതായിരുന്നു. മഴ പെയ്തില്ലേ തീരും. ഇനിയിപ്പോൾ ഒരു ഇത്ര ഏറിയും കൂടെ ഉള്ളൂ. എന്തായാലും തുടങ്ങാം. മണ്ണ് നല്ല കറകറാന്നുള്ള കറുത്ത മണ്ണാണ്. ഒറ്റ മഴ പെയ്താൽ ചെളിയാ. ഇനിയിട്ട് മരങ്ങൾ കുറവാണ്. ഇന്നത്തെ കാര്യം തീരുമാനമായി. ഭയങ്കര മഴ. ഞാൻ അന്നേരം പറഞ്ഞോളൂ മഴ പെയ്യുന്നു. ഇനി ഇങ്ങോട്ടാണ് കയറാനുള്ളൂ. ഈ മഴയത്ത് ഇനി ഇങ്ങോട്ട് കയറിയാലും പാടാം. കയറത്തില്ല, അതല്ലേ ചെളിയാവും. ഇതെന്നാ ചെയ്യും? നല്ല മഴയാണ്. ഇനി മഴ നിന്നാലും ഇനി പണി നടക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ മഴ മാറിയിട്ട് വെയിൽ കഴിച്ച് ഉണങ്ങിയാലേ ഇനി ഇവിടെ വണ്ടി കയറത്തുള്ളൂ. ഇന്നത്തെ അരിയും മണ്ണെണ്ണയും പോയി വെള്ളത്തിൽ. പിന്നെ മഴ പെയ്തു. ആ വള്ളിക്കെട്ടായി പോയി. ഇനി പണി നടക്കാൻ ചാൻസ് കുറവാണ്. മഴ നല്ല പോലെ പെയ്യാൻ തുടങ്ങി. ഈ ഏരിയെല്ലാം തീർത്തത് ആ ഭാഗം എല്ലാം തീർത്ത് വന്നതായിരുന്നു. ഇനി ഇത് ഈ ഭാഗം ഇത്ര ഏരിയയുടെ ഉള്ളൂ. എനിക്കിത് 50 സെൻറ്റ് സ്ഥലം
തീരാനുണ്ട്. 50 ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്തായാലും കുറച്ചുകൂടെ തീരാനുണ്ട്. ഒരു മഴയാണ് കേരളത്തിൽ ഒരു വിധത്തിൽ. അവിടെയൊക്കെ കയറി എന്നെ പാടായിരുന്നു. ഭയങ്കര കുന്നാണ്, കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. വണ്ടി വെറുതെ വലിഞ്ഞ് കയറുകയെന്ന് പറയുമ്പോൾ താമസമാണ്. ഏതായാലും മഴ മാറുമെന്ന് നോക്കാം. മഴ മാറിയ പണിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. 3-4 ദിവസം ഭയങ്കര മഴയായിരുന്നു. മഴ കാരണം ഇവിടുത്തെ കളെ ഉപേക്ഷിച്ച് പോയത് കേട്ടോ. ഇപ്പം വീണ്ടും വന്നു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ വന്നേ. അവിടെ അങ്ങ് മല ഉണ്ടോ, അത് കളച്ച് തീർത്തു. പിന്നെ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്ന് രാവിലെ അല്ല, കുറച്ച് നേരം ആയാലും വന്നിട്ട് ഈ സൈഡ് കളച്ച് തീർത്തു. ഈ താഴേക്ക് ഇനി കിളയ്ക്കാനുണ്ട്. നാളെ എന്നാലും തീർത്ത് കൊടുക്കും. ഇന്ന് തീർത്ത് കൊടുക്കണമെന്നും പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും കാരണം ഇങ്ങോട്ട് വന്നാം. കുറേ ദിവസമായിരുന്നു ഇതിവിടെ പിടിച്ചിട്ട് തീർക്കാനും പറ്റിയില്ല, മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണി വന്നു, അതിൻ്റെ ഇടയിലെല്ലാം മഴയായിരുന്നു. പക്ഷെ ഇവിടെ കിള നടക്കുമല്ലായിരുന്നു. ഇന്നിപ്പോൾ തെളിഞ്ഞപ്പം ഇവിടെ വന്ന് കയറി ഇന്നെന്നാളും തീർക്കണം. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. അന്ന് മഴ പെയ്തതിന് ശേഷം 1-2 ദിവസം കൂടി ഇന്ന് വന്നത്. ഇന്ന് നല്ല വെയിലുണ്ട്. ഇന്നേലും ഒന്ന് തീർത്തു കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മഴയാണ് ഇത്രയും ദിവസം. നമ്മളിവിടെ വരും, പണി തുടങ്ങും, മഴ പെയ്യും, നിർത്തിപ്പോവും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കാണുന്ന ഈ ഏരിയ കൂടെ തീർത്ത് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ കുറച്ചുകൂടെ ഉള്ളൂ. ഇന്ന് നല്ല വെയിലാണ്, നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്. ഇന്നെന്നാളും തകർക്കണം. ആകാശമൊക്കെ ഉണ്ട്, എന്നാ നീല കളറാ. കഴിഞ്ഞ ദിവസത്തെ മഴ വെച്ച് നോക്കുമ്പോഴത്തേന് ഇന്ന് വേറൊരു കാലാവസ്ഥ. ഇന്ന് ഒടുക്കത്തെ വെയിൽ. ഈ വെയിൽ ഒരു ദിവസം കൂടെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പരിപാടി തീർത്തിട്ട് നമുക്ക് സമാധാനത്തോടെ വേറൊരു സൈഡിലേക്ക് പോകാമായിരുന്നു. എന്താ കാലാവസ്ഥ ഇപ്പോഴത്തെ, ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ ഇത്. ഇന്നേതായാലും വെടിയുമ്പോൾ സർവീസായിരുന്നു. ഈ ഭാഗം കംപ്ലീറ്റ് തീർത്തു. ഇനി ഒരു കുറച്ച് ഏരിയ കൂടി ഉണ്ട്. ഈ ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടി കിടക്കുന്നതിൻ്റെ ഈ സൈഡിലൊരു കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. അതോടെ ഒരു 10 മിനിറ്റിനുള്ളിൽ അതോടെ പരിപാടി തീർത്ത് കൊടുക്കുക. മഴ കാരണം പെൻഡിങ് ആയിപ്പോയ ഒരു സൈറ്റായിരുന്നേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിളച്ച് കൊടുത്ത് തീർത്തു. ഒരു സൈറ്റിൽ കയറിയാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പണിതാലേ ഒരു ഓളം. എന്തായാലും ആ ഓളം കളയാതെ ഞാൻ കുറേ ദിവസം കൂടിയാണേലും ഇവിടുത്തെ പരിപാടി തീർത്തു കൊടുത്തു. മഴ കാരണം കുറേ ദിവസം പെൻഡിങ് വന്നല്ലോ. എന്തായാലും ഈ വർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.